കോളേജ് വിട്ട നേരം അനഘ പതിയെ ബാഗും തോളിലിട്ട് ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു. അവളുടെ ഓരോ ചുവടും സ്റ്റാഫ് റൂമിലെ ജനാലയ്ക്ക് സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഗൗരവക്കാരനായ പ്രൊഫസർ എന്ന ഇമേജിന് പിന്നിൽ അവളോടുള്ള വല്ലാത്തൊരു കരുതൽ അയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. പെട്ടെന്നാണ് അഭിറാം തൻ്റെ ബൈക്കുമായി അവൾക്കരികിൽ എത്തിയത്. കയറടോ, ഞാനും അങ്ങോട്ട് തന്നെയാ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അനഘ മടിച്ചു നിന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ ആഡംബര കാർ അവർക്ക് മുന്നിലൂടെ കടന്നുപോയതും. കാറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നീണ്ട ആ രൂക്ഷമായ നോട്ടം കണ്ടപ്പോൾ അവളൊന്ന് വിറച്ചുപോയി. ഇല്ല അബി, ഞാൻ ബസ്സിൽ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവൾ വേഗം നടന്നു. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അവൾ ബസ്സിൽ കയറി തൻ്റെ നാട്ടിലെ കവലയിലാണ് ഇറങ്ങുന്നത് വരെ അയാൾ അകലെയായി കാറിൽ പിന്തുടർന്നുണ്ടായിരുന്നു. ചെമ്മൺ പാതയിലൂടെ നടക്കുകയായിരുന്ന അനഘയെ പെട്ടെന്നൊരാൾ കൈക്കു പിടിച്ചു നിർത്തി. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ അവൾ കണ്ടത് സിദ്ധാർത്ഥിനെയാണ്. സാർ എന്താ ഇവിടെ? അവൾ വിക്കിക്കൊണ്ട് അവനോടായി ചോദിച്ചു. ഇവിടെ എവിടെയാ നിന്റെ വീട്? അയാൾ ചോദിച്ചു. ആ കാണുന്നതാണ് എൻ്റെ തറവാട് സാർ, ഞാൻ പോയിക്കോട്ടെ എന്നാ. അപ്പോഴാണ് ആ നാട്ടിലെ വാർത്താ ഏജൻസിയായ വേലായുധൻ പാൽപാത്രങ്ങളുമായി അങ്ങോട്ട് വരുന്നത്. ആരാ മോളെ ഇത്? അയാളുടെ ചോദ്യം കേട്ടപ്പോൾ അനഘയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അത് എൻ്റെ സാറാണ്, വേലായുധനേട്ടാ. ഇവിടെ അടുത്തുള്ള ഇവരുടെ സ്ഥലം കാണാൻ വന്നതാ. അപ്പോഴാ ഞാൻ സാറിനെ കാണുന്നത്. അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. തൻ്റെ അച്ഛൻ അന്യപുരുഷനോട് സംസാരിക്കുന്നതറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്കപ്പോഴും. വേലായുധൻ പോയതും അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തി. സാർ എന്തിനാ എന്നോടെപ്പോഴും ദേഷ്യപ്പെടുന്നേ? അബി ഒരു പൂവ് തന്നതിനാണോ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കേണ്ടിയിരുന്നു? അവൾ തൻ്റെ കുഞ്ഞുമുഖം വീർപ്പിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു. അവൻ അടുത്തേക്ക് ഒരടി അടുത്ത് നിന്നുകൊണ്ട് സിദ്ധാർത്ഥ് മെല്ലെ അവളോടായി പറഞ്ഞു. നിന്നോട് എനിക്ക് ദേഷ്യമാണെന്ന് ആരാ പറഞ്ഞേ? പക്ഷെ എൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ നിന്റെ ശ്രദ്ധ മറ്റാരെങ്കിലും പോകുന്നത് എനിക്കിഷ്ടമല്ല. അതൊരു പൂവായാലും ശരി, ആ അഭിരാമായാലും ശരി. അവൻ അവളുടെ കാതുകളിൽ മന്ത്രിച്ചു. നാളെ വരുമ്പോൾ മുടിയിൽ ആ തുളസി കതിർ വയ്ക്കാതെ നീ മറക്കാതെ വിടണം. അതാണ് നിനക്ക് കൂടുതൽ ചേരുന്നത്. അയാൾ നടന്നു മറിയുമ്പോൾ അനഘ തരിച്ചു നിൽക്കുകയാണ്. താൻ തലയിൽ തുളസി വെക്കുന്നത് പോലും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന അറിവ് അവളുടെ ഉള്ളിൽ പ്രണയത്തിൻ്റെ പൂത്തിരികൾ കത്തിച്ചു. സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ അപ്പോൾ വലിയൊരു യുദ്ധം നടക്കുകയാണ്. അമ്മ ലക്ഷ്മി കുറെ ഫോട്ടോകൾ മേശപ്പുറത്ത് നിരത്തി. സിദ്ധു, നീ ഇനി ഇത് തള്ളിക്കളയരുത്. ഈ കൂട്ടത്തിൽ നിന്റെ ക്ലാസ്സിലെ കുട്ടികൾ പോലുമുണ്ട്. നോക്ക്, ഈ ശ്രേയ കണ്ടോ നീ? നല്ല കുടുംബമാ. അമ്മേ, ഇതെൻ്റെ സ്റ്റുഡൻ്റാണ്, സിദ്ധാർത്ഥ് അമ്മയോടായി തർക്കിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ അച്ഛൻ ശേഖരൻ മാഷിൻ്റെയും ചേച്ചി ശ്രുതിയുടെയും നിർബന്ധത്തിന് മുന്നിൽ അവന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ശ്രേയയുടെ വീട്ടിൽ പെണ്ണു കാണൽ ചടങ്ങിന് തീരുമാനിച്ചു. ശ്രേയയുടെ വീട് ഒരു ഐശ്വര്യമുള്ള ഇരുനില വീടായിരുന്നു. മുറ്റത്ത് പനിനീർ പൂക്കളും തെച്ചിയും പൂത്ത് നിൽക്കുന്നു. സിദ്ധാർത്ഥും കുടുംബവും എത്തിയപ്പോൾ ശ്രേയയുടെ അച്ഛൻ വിശ്വനാഥനും ഏട്ടൻ വിവേകും ചേർന്ന് അവരെ സ്വീകരിച്ചു. വിശ്വനാഥൻ, വരണം വരണം ശേഖരൻ മാഷെ, വായോ ലക്ഷ്മി, എല്ലാവരും അകത്തേക്കിരിക്കൂ. ഹാളിൽ കുശലാന്വേഷണങ്ങൾ നടന്നു. ലക്ഷ്മി അടുക്കള ഭാഗത്തേക്ക് നോക്കി ചോദിച്ചു. ശ്രേയക്കുട്ടിയുടെ അവളെ ഒന്ന് കാണണമല്ലോ. അല്പസമയത്തിന് ശേഷം ഒരു കസവ് സാരി ഉടുത്ത് കയ്യിൽ ചായ പലഹാരങ്ങളുമായി ശ്രേയ കടന്നു വന്നു. സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ അവൾ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു. ലക്ഷ്മി, ശ്രേയ മോളെ, ഇപ്പോൾ പഠനം കഴിഞ്ഞില്ലേ? സാർ ക്ലാസ്സിലൊക്കെ എങ്ങനെയാ? ശ്രേയ ചിരിച്ചുകൊണ്ട്, സാർ ഭയങ്കര സ്ട്രിക്റ്റാണ് ആൻറ്റി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് തനിച്ച് സംസാരിക്കാൻ വീട്ടുകാർ അവസരം നൽകി. രണ്ടുപേരും ബാൽക്കണിയിലേക്ക് നടന്നു. സിദ്ധാർത്ഥ്, ശ്രേയ, നീ എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് ആയതുകൊണ്ടും എനിക്ക് നിന്നോട് തുറന്നു പറയാം. ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല. എൻ്റെ മനസ്സിലും മറ്റൊരാളുണ്ട്. ശ്രേയ അത്ഭുതപ്പെട്ടില്ല. അവൾ ശാന്തമായി ചോദിച്ചു. അത് അനഘയല്ല സാർ. സിദ്ധാർത്ഥ് ഞെട്ടിപ്പോയി. നിനക്കെങ്ങനെ അറിയാം ശ്രേയ ഇത്? അനഘ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ സാർ. അവൾക്ക് സാറിനോടുള്ള പ്രണയവും സാർ അവളെ നോക്കുന്ന നോട്ടവും എനിക്ക് മനസ്സിലാകും. പേടിക്കേണ്ട സാർ, ഈ വിവാഹത്തിന് എനിക്കും താല്പര്യമില്ല. എനിക്ക് ബാംഗ്ലൂരിൽ ഒരാളുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഈ ആലോചന വീട്ടുകാരെ കൊണ്ട് തന്നെ വേണ്ടെന്ന് വേർപ്പിക്കാം. സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ ഒരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ, ഒപ്പം അനഘയുടെ അടുത്തേക്ക് പോകാനും
ഒരു വാതിൽ തുറന്ന സന്തോഷവും അവൻ്റെ ഉള്ളിലുണ്ടായി. പിറ്റേന്ന് സിദ്ധാർത്ഥ് തൻ്റെ ബാഗും തൂക്കി സ്റ്റാഫ് റൂമിലേക്ക് കയറിയതും അവിടെ ഒരു നിശബ്ദത പടർന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരും സിദ്ധാർത്ഥിനെ വളഞ്ഞു. ലക്ഷ്മി ടീച്ചർ, എന്താ സിദ്ധാർത്ഥ് സാറേ ഇത്? നമ്മളൊക്കെ ഇത്രയടുത്ത് ഉണ്ടായിട്ടും ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. എല്ലാം ഉറപ്പിച്ചിട്ടാണോ ഞങ്ങളൊക്കെ അറിയുന്നത്? സിദ്ധാർത്ഥ് അത് കേട്ട് ആകെ അന്തം വിട്ടുനിന്നു. എന്ത് കാര്യമാ ലക്ഷ്മി ടീച്ചർ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രാഹുൽ സർ, ഓ ഇനിയിപ്പോൾ അറിയില്ലെന്ന് അഭിനയിക്കേണ്ട. സിദ്ധാർത്ഥും ശ്രുതിയും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു എന്ന് കോളേജ് മുഴുവൻ അറിഞ്ഞു. പിള്ളേരൊക്കെ ഇപ്പോൾ ഇത് തന്നെ സംസാരവും. സിദ്ധാർത്ഥിന് ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ. എൻ്റെ പൊന്നു രാഹുൽ സാറേ, ഇത് ആരോ ഉണ്ടാക്കി വിട്ടതാണെന്ന് എനിക്കറിയില്ല. ഞാനും ശ്രുതിയും തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ വെറും അനാവശ്യ വർത്തമാനങ്ങളാണ്. പെണ്ണു കണ്ടു എന്നുള്ളത് സത്യമാണ്, ബാക്കിയൊന്നും സത്യമല്ല. അത് കേട്ട് ജയ ടീച്ചർ, അതെ, പുകയില്ലാതെ തീ പിടിക്കില്ലല്ലോ സിദ്ധാർത്ഥെ. ശ്രുതി അത് നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ എല്ലാവരും വിശ്വസിക്കില്ലേ? എന്തായാലും ഞങ്ങൾക്ക് പാർട്ടി തരാൻ മറക്കേണ്ട കേട്ടോ. സിദ്ധാർത്ഥിനാകെ ദേഷ്യം വന്നു. താൻ അറിയാത്ത കാര്യത്തിന് എല്ലാവരും തന്നെ കളിയാക്കുന്നു. അവനൊന്നും മിണ്ടാതെ തൻ്റെ സീറ്റിൽ പോയിരുന്നു. അവൻ്റെ ഉള്ളിൽ അപ്പോൾ ശ്രുതിയോട് കടുത്ത ദേഷ്യവും തോന്നി.